നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു സിനിമ ഒരു ഭാഷയിൽ 2 പ്രാവശ്യം റീമേക്ക് ചെയ്തതിനെ കുറിച്ചാണ്. അതായത് മറ്റൊരു ലാംഗ്വേജിൽ ഇറങ്ങിയ സിനിമ ഈ ഒരു ഭാഷയിലേക്ക് ആദ്യം റീമേക്ക് ചെയ്തു, അതിനുശേഷം പിന്നീട് വീണ്ടും റീമേക്ക് ചെയ്തു. അത്തരത്തിലുള്ള സിനിമകളെ കുറിച്ച്. ഒരു സിനിമ പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തതിനെ കുറിച്ചല്ല നമ്മൾ പറയാൻ പോകുന്നത്. 1990-ലാണ് സിദ്ദിഖ് ലാൽ കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം ചെയ്തുകൊണ്ട് ഇൻ ഹരിഹർ നഗർ സിനിമ പുറത്തിറങ്ങുന്നത്. മലയാളത്തിന്റെ ഒരു കൾട്ട് ക്ലാസിക് സിനിമയാണിത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമ ഹിന്ദിയിലേക്ക് 2 പ്രാവശ്യം റീമേക്ക് ചെയ്തിട്ടുണ്ട്. 1992-ലാണ് പർദാ ഹെ പർദ എന്ന പേരിൽ ആദ്യം ഈ സിനിമ ഹിന്ദിയിലെത്തുന്നത്. ചംകി പാണ്ഡെയും സംഘവുമായിരുന്നു സിനിമയിൽ അഭിനയിച്ചത്. ഈ സിനിമയിലെ നായിക നടി മീനയായിരുന്നു. കെ ബപ്പയായിരുന്നു സിനിമ സംവിധാനം ചെയ്തത്. എന്നാൽ 2007-ൽ വീണ്ടും പ്രിയദർശൻ ഈ സിനിമ ഹിന്ദിയിലേക്ക് കൊണ്ടുപോയി. ധോൽ എന്നായിരുന്നു സിനിമയ്ക്ക് പേരിട്ടത്. തുഷാർ കപൂർ, ശർമൻ ജോഷി, കുനാൽ, രാജ്പാൽ യാദവ് എന്നിവരായിരുന്നു ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പർദാ ഹെ പർദ പോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ ഇൻ ഹരിഹർ നഗറിന്റെ സീൻ ബൈ സീൻ റീമേക്ക് ആയിരുന്നു ധോലും. ഇത് MGR ഇല്ലം എന്ന പേരിൽ ഈ ഒരു സിനിമ തമിഴിൽ റീമേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ആ സിനിമ പകുതിക്ക് വെച്ച് നിലച്ചുപോയി. പിന്നീട് MGR നഗറിൽ എന്ന പേരിൽ ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്തുകൊണ്ടാണ് ഈ സിനിമയുടെ തമിഴ് വേർഷൻ വന്നത്. 1993-ലാണ് ഗിരീഷ് പുത്തഞ്ചേരി കഥ എഴുതി രഘുനാഥ് പാലേരി തിരക്കഥയും രാജസേനൻ സംവിധാനം ചെയ്ത് ശോഭന, ജയറാം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ മേലെ പറമ്പിൽ ആൺവീട് റിലീസാകുന്നത്. ഈ ഒരു സിനിമ തമിഴിലേക്കാണ് 2 പ്രാവശ്യം റീമേക്ക് ചെയ്തത്. പൊണ്ണു കഴുത്തിൽ കട്ട് 1993-ലായിരുന്നു SV സോളെ രാജ സംവിധാനം ചെയ്തുകൊണ്ട് പാണ്ഡ്യരാജ നായകനാക്കിക്കൊണ്ട് വള്ളി വരപ്പോരെ എന്ന പേരിൽ ആ സിനിമ റിലീസാകുന്നത്. മേലെ പറമ്പിൽ ആൺവീട് സീൻ ബൈ സീനായി റീമേക്ക് ചെയ്യുകയായിരുന്നു. ചില അഡീഷണൽ കോമഡി രംഗങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നായകൻ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ നായകൻ കേരളത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ഒരുപാട് മലയാളം ഡയലോഗുകളുമുണ്ട്. ഈ പട്ടി അടിക്കുമ്പോ ഒരത്തും കൂടി സപ്പോർട്ടായി വന്ന് പണിക്കാരിയാണാളും നീ എന്റെ ബോണവള്ളി. മലയാളത്തിൽ വിനു ചക്രവർത്തി ചെയ്ത കഥാപാത്രത്തെ തമിഴിലും അദ്ദേഹം തന്നെയാണ് അവതരിപ്പിച്ചത്. വീരമുത്തു ഗൗണ്ടർ അവിടെ മേനോനായി മാറി. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ അമ്മ? ഇത് എവിടെ സ്റ്റൈലാ? 2013-ൽ ധനുഷ്, നസ്രിയ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും ഈ ഒരു സിനിമയെ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. സർഗുണം സംവിധാനം ചെയ്ത നെയ്യാണ്ടി എന്ന സിനിമ. പക്ഷെ അതൊരു ഒഫീഷ്യൽ റീമേക്ക് അല്ല. മേലെ പറമ്പിൽ ആൺവീടിന്റെ കോർ പ്ലോട്ട് അടിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ ഒരു സിനിമ ചെയ്തതെന്നാണ് മാണി സി കാപ്പൻ പറഞ്ഞത്. മാണി സി കാപ്പൻ ആയിരുന്നു മേലെ പറമ്പിൽ ആൺവീടിന്റെ പ്രൊഡ്യൂസർ. നെയ്യാണ്ടി സിനിമയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. നായകനും നായികയും ഒളിച്ചോടിപ്പോയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. വീട്ടുവേലക്കാരി എന്നതിന് പകരം കുടുംബം നടത്തുന്ന ഒരു ഷോപ്പിലെ ജോലിക്കാരിയായിട്ടാണ് നായിക വരുന്നത്. 2012-ൽ തന്നെ ബോറോലാർ ഗോർ എന്ന പേരിൽ മാണി സി കാപ്പൻ ഈ ഒരു സിനിമയെ അസമീസ്, ബംഗാളി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. 2 പ്രാവശ്യം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത ചില സിനിമകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1931-ൽ റിലീസ് ചെയ്ത ചാർലി ചാപ്ലിൻ ചിത്രമാണ് സിറ്റി ലൈറ്റ്സ്. ഈ ഒരു സിനിമ 2 പ്രാവശ്യം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. 2 അൺഒഫീഷ്യൽ ഇൻസ്പിറേഷൻസ് ആയിരുന്നു. അന്ധയായ നായികയും പാവപ്പെട്ടവനായ നായകനും തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ് സിനിമകളിൽ പറയുന്നത്. ഡോക്ടർ പവിത്രൻ എഴുതി KP പിള്ളെ സംവിധാനം ചെയ്തുകൊണ്ട് 1982-ൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പ്രിയ സഖി രാധ. സിറ്റി ലൈറ്റ്സിന്റെ സെയിം പ്ലോട്ട് തന്നെയാണ് ഈ സിനിമയ്ക്കും ഉപയോഗിച്ചിരിക്കുന്നത്. പ്രതാപ് പോത്തനാണ് രാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. രാധയായി ലക്ഷ്മിയും ഡോക്ടർ രഘുവായി സോമനുമുണ്ട്.
86-ലും ഇതേ സിറ്റി ലൈറ്റ്സ് തന്നെ മലയാളത്തിൽ വേറൊരു സിനിമയായി വന്നിട്ടുണ്ട്. എഴുതിയത് പ്രിയദർശനും സംവിധാനം ചെയ്തത് ആലപ്പി അഷ്റഫും. മോഹൻലാൽ, പ്രിയ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമ. സിറ്റി ലൈറ്റ് സിനിമയിലെ പല രംഗങ്ങളും അതുപോലെ തന്നെ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയിലും കാണാം. ആ ഒരു സൈലന്റ് സിനിമയുടെ സീൻ ബൈ സീൻ റീമേക്ക് ആണ് ഈ സിനിമ. എന്റെ വീട്ടിലേക്ക് വാ, എന്റെ വീട്ടിലേക്ക് വാ. പൂക്കാരിയും പാവപ്പെട്ടവനായ നായകനും ധനികനായ കള്ളുകുടിയനുമെല്ലാം തന്നെ ഈ ഒരു സിനിമയിലുമുണ്ട്. 1979 ഋഷികേശ് മുഖർജി സംവിധാനം ചെയ്ത അമോൽ പരേക്കർ ചിത്രമാണ് ഗോൽമാൽ. ഈ ഒരു ഹിന്ദി സിനിമ മലയാളത്തിലേക്ക് 2 പ്രാവശ്യം റീമേക്ക് ചെയ്തിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആളാരാണ്? സർ? അമിതാഭ് ബച്ചൻ. മാരിഡ് ഊണയെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് മധുരപലഹാരങ്ങൾ ഇഷ്ടമല്ല. സുനിൽ ഗവാസ്കർ के बारे में आपका क्या ख्याल है? क्षमा चाहता हूं सर. 1986 പ്രിയദർശനാണ് ആദ്യം മലയാളത്തിലേക്ക് ഈ സിനിമ കൊണ്ടുവന്നത്. പ്രേം നസീർ, മുകേഷ്, ശങ്കർ എന്നിവരൊക്കെ അഭിനയിച്ച് പുറത്തിറങ്ങിയ അയൽവാസി ഒരു ദരിദ്രവാസി എന്ന സിനിമ. ചെടി നനയ്ക്കുന്നവൻ ചെടി നനച്ചാൽ മതി. അതേ സിനിമയെ തന്നെ 1995 വിജി തമ്പി വീണ്ടും മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സിനിമയുടെ പേര് സിംഹവാലൻ മേനോൻ എന്നായിരുന്നു. മധു, ജഗദീഷ് എന്നിവരായിരുന്നു ആ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തോട്ടക്കാരനും സാറും ഇരട്ടപ്പറ്റവരാണോ? ഐ മീൻ ട്വിൻസ്. തോട്ടത്തിൽ വെച്ച് കണ്ടതും എന്നെ തന്നെയാണ്. ഭവാനി ശങ്കർ. ഞാനാണ് ആദിത്യവർമ്മ. ഇപ്പൊ തനിക്ക് മനസ്സിലായോ? ഗോൽമാൽ സിനിമയുടെ സീൻ ബൈ സീൻ റീമേക്ക് ആയിരുന്നു ഈ 2 സിനിമകളും. ഒരാൾ 2 ആളായി വേഷം മാറി വരുന്നതാണ് ഈ സിനിമകളുടെ കഥ. MT വാസുദേവൻ നായർ എഴുതിയ മമ്മൂട്ടി ചിത്രമായ ഉത്തരം എന്ന സിനിമ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ദാഫൻ ഡു മോറിയയുടെ നോ മോട്ടീവ് എന്ന ഷോർട്ട് സ്റ്റോറിയിൽ നിന്നുമാണ്. ദാഫൻ ഡു മോറിയയുടെ ഒരു പ്രശസ്തമായ സിനിമയാണ് റബേക്ക. അവരുടെ നോവലിനെ അടിസ്ഥാനമാക്കി ആൽഫ്രഡ് ഹിച്ച്കോക്ക് സംവിധാനം ചെയ്ത ഹോളിവുഡ് ചിത്രം. ഈ ഒരു ഹോളിവുഡ് സിനിമ 2 പ്രാവശ്യം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. ക്ഷീണം തോന്നുന്നുണ്ടോ? ഇല്ല, പേടി തോന്നുന്നു. 1940 റബേക്കയുടെ ആദ്യ മലയാളം റീമേക്ക് വന്നത് 1969 പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത ഉറങ്ങാത്ത സുന്ദരി എന്ന സിനിമ. ഈ വേഷം എന്താ എനിക്ക് ചേരുന്നില്ലേ? സത്യൻ, ജയഭാരതി, KV ശാന്തി, രാജശ്രീ തുടങ്ങിയവരൊക്കെ ആയിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചത്. നായകന്റെ 2ാം വിവാഹവും പുതുതായി വീട്ടിലേക്കെത്തുന്ന ഭാര്യ ആദ്യ ഭാര്യയുടെ തിരോധാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതൊക്കെയാണ് ഈ സിനിമയുടെ കഥ. 2004 റബേക്ക വീണ്ടും മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. അമ്പാടി കൃഷ്ണൻ സംവിധാനം ചെയ്ത് രജനി കൃഷ്ണൻ, സുരേഷ് ഗോപി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ സസ്നേഹം സുമിത്ര. അവിടെ എനിക്ക് അയച്ചൊരു എഴുത്ത് എന്റെ കൈവശമുണ്ട്. പോലീസ് അത് കാണുകയാണെങ്കിൽ കളിയാകും മാറും. ഈ ഒരു സിനിമയും ഉറങ്ങാത്ത സുന്ദരിയും റബേക്കയുടെ അതേ കഥ തന്നെയാണ് പറയുന്നത്. 2ഉം അൺഒഫീഷ്യൽ റീമേക്കാണ്. 2016 റിലീസ് ചെയ്ത് 30 പ്രാവശ്യം സീൻ ബൈ സീൻ റീമേക്ക് ചെയ്തൊരു സിനിമയാണ് ഇറ്റാലിയൻ സിനിമയായ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ്. എല്ലാവരുടെയും ഫോണിൽ വരുന്ന കോളുകളും മെസ്സേജുകളും എല്ലാവരും കേട്ടാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഈ സിനിമയുടെ കഥ. ഖേൽ ഖേൽ മേ എന്നായിരുന്നു ഹിന്ദിയിൽ ആ സിനിമയുടെ റീമേക്കിന്റെ പേര്. फोन्स को अनलॉक करके टेबल पे रख देते हैं. जिसको भी कोई कॉल या मैसेज आएगा सबके सामने खोल के पढ़. കന്നഡയിലും തമിഴിലുമെല്ലാം തന്നെ അതിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ട് സിനിമയുണ്ടാക്കി. മലയാളത്തിൽ 2 സിനിമകളാണ് ഈ ഒരു പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയത്. അതിലൊന്ന് 2022 റിലീസ് ചെയ്ത മോഹൻലാൽ, ജിത്തു ജോസഫ് ചിത്രം 12th മാൻ. വരുന്ന എല്ലാ കോൾസും വാട്സ്ആപ്പ് ചാറ്റും പബ്ലിക് ആക്കാൻ പറ്റും. Messaggi, WhatsApp, telefonate che leggiamo e ascoltiamo insieme. Tanto noi non abbiamo. അതേ വർഷം തന്നെയായിരുന്നു ആ സിനിമയുടെ 2ാമത്തെ മലയാളം റീമേക്കും പുറത്തിറങ്ങിയത്. 1001 നുണകൾ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ഒരു പറ്റം ഫ്രണ്ട്സ് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നതും അവർക്കിടയിലെ ചില രഹസ്യങ്ങൾ അവർ പരസ്പരം അറിയുന്നതുമാണ് സിനിമയുടെ കഥ. ഈ 2 സിനിമകളും പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയ സിനിമകളാണ്. മോഹൻലാൽ, ശോഭന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1994 റിലീസ് ചെയ്ത പ്രിയദർശൻ ചിത്രമാണ് മിന്നാരം. എനിക്ക് അറിയില്ല ആരാ എന്താ കാര്യം. നിങ്ങളൊന്ന് സ്നേഹമായിരുന്നെന്നും നിനക്ക് ഇവളിലുണ്ടായാണ് ഈ കുട്ടി എന്നുമാണ് ഇവള് പറയുന്നത്. എന്റെ കുട്ടിയാ
ഈ സിനിമയുടെ പ്രധാന കഥ ആധാരമാക്കിയിരിക്കുന്നത് 1972 റിലീസ് ചെയ്ത മറ്റൊരു മലയാള സിനിമയാണ്. ജെ ശശികുമാർ സംവിധാനം ചെയ്ത് പ്രേം നസീർ, ശാരദ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ബ്രഹ്മചാരി എന്ന ചിത്രം. ഇതാരുടെ കുഞ്ഞാ? അമ്മയുടെ മകന്റെ കുഞ്ഞാണ്. മിനാരത്തിന്റെ അതേ കഥ തന്നെയാണ് ബ്രഹ്മചാരിക്കും. എന്നാൽ ആ സിനിമയും ഒറിജിനൽ അല്ല. എപ്പോ വരുവാറിനെ എതിർപാർത്തുകിട്ടു. ഈ രണ്ട് സിനിമകളും ഒരു തമിഴ് സിനിമയുടെ റീമേക്കാണ്. 1967 പെണ്ണേ നീ വാഴുക എന്ന സിനിമയാണ് ഈ രണ്ട് സിനിമയ്ക്കും അടിസ്ഥാനം. ഡോക്ടർ എന്ത് പറഞ്ഞു പറയണോ? ആദ്യ ഗ്രൂപ്പ് നോക്കാം. കുഞ്ഞിന്റെ തന്ത ഈ നിൽക്കുന്ന പാർട്ടി തന്നെ. ജയചന്ദ്രന്റെയും ഈ കുഞ്ഞിന്റെയും രക്തം പരിശോധിച്ച് നോക്കിയത് രണ്ട് രക്തവും ഒന്നാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ரகுவோட ரத்தமும் குழந்தையோட ரத்தம் ரெண்டும் ஒண்ணுதான். കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന നായികയും ആ കുട്ടി തന്റേതല്ല എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന നായകന്റെയും കഥയാണ് എല്ലാ ചിത്രങ്ങളും പറയുന്നത്. എങ്കിൽ സ്വീകരിക്കേ, നട്ടല് നിവൃത്തി എന്ന് പറ. നിങ്ങളാണ് ആ കൊച്ചിന്റെ അച്ഛൻ. ഈ കുഞ്ഞ് എന്റെ മകൻ. ഇതുപോലെയുള്ള സിനിമാ വിശേഷങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ, ഹൈപ്പ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.